ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് പണം തട്ടിയ 4 സംഘത്തെ മട്ടന്നൂർ പോലീസ് പിടികൂടി. ബാങ്കിൽ പണയം വെച്ച സ്വർണം എടുക്കാൻ സഹായിക്കണമെന്ന വ്യാജേന ആവശ്യപ്പെട്ട് ജ്വല്ലറി ഉടമ നൽകിയ പണവുമായി സംഘം മുങ്ങുകയായിരുന്നു. പുതിയങ്ങാടി സ്വദേശി മുഹമ്മദ് റാഫി, പഴശ്ശിഡാം സ്വദേശി റസാഖ്, ഉളിയിൽ സ്വദേശികളായ ദമ്പതികൾ റഫീഖ്, റഹിയാനത്ത് എന്നിവർ ചേർന്ന് കൈക്കലാക്കിയത് 14 ലക്ഷം രൂപയാണ്. സംഘം പലയിടത്തും സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയതായും പോലീസ് പറഞ്ഞു. കണ്ണൂരിലെ ഐശ്വര്യ ജ്വല്ലറി ഉടമ താഴെചൊവ്വ കീഴ്ത്തള്ളി സോന നിവാസിൽ ദിനേശിന്റെ പരാതിയിലാണ് മട്ടന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് 24 മണിക്കൂറിനുള്ളിൽ സംഘത്തെ മട്ടന്നൂർ പോലീസ് പിടികൂടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഒരാൾ ദിനേശിനെ വിളിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മട്ടന്നൂർ ശാഖയിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സ്വർണം എടുത്തു നൽകിയാൽ ജ്വല്ലറിയിൽ തന്നെ വിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ ദിനേശ് സമ്മതിക്കുകയും ചെയ്തു. 15 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് ബാങ്കിൽ നിന്നും എടുക്കേണ്ടതെന്നും താൻ ബാങ്കിന് മുന്നിൽ നിൽക്കാമെന്നും വിളിച്ചയാൾ പറഞ്ഞതനുസരിച്ച് പണവുമായി ജീവനക്കാരനെ മട്ടന്നൂരിലേക്ക് വിട്ടു. ഇയാൾ എത്തും മുന്നേ വീണ്ടും അയാൾ ദിനേശിനെ വിളിച്ച് തനിക്ക് വരാൻ കഴിയില്ലെന്നും ഭാര്യ ബാങ്കിന് മുന്നിൽ ഉണ്ടാകുമെന്നും അറിയിച്ചു. അങ്ങനെ ജീവനക്കാരൻ ബാങ്കിന് സമീപം എത്തിയപ്പോൾ കണ്ണുമാത്രം കാണാവുന്ന രീതിയിൽ പർദ്ദ ധരിച്ച് റഹിയാനത്ത് നിൽപ്പുണ്ടായിരുന്നു. പണം നൽകുമ്പോൾ 15 ലക്ഷം വേണ്ട 14 ലക്ഷം മതിയെന്ന് പറഞ്ഞ് റഹിയാനത്ത് ജീവനക്കാരന്റെ വിശ്വാസ്യത നേടുകയും ചെയ്തു. തുടർന്ന് റഹിയാനത്തിനൊപ്പം ജീവനക്കാരൻ ബാങ്കിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ബന്ധുക്കൾ ഉള്ളിലുണ്ടെന്നും നിങ്ങൾക്ക് സ്വർണം വിൽപ്പന ചെയ്യുന്നത് കണ്ടാൽ തടഞ്ഞേക്കുമെന്നും പറഞ്ഞ ശേഷം അവർ മാത്രം ബാങ്കിനുള്ളിലേക്ക് കയറുകയായിരുന്നു. ഏറെ നേരം പുറത്തുനിന്നും റഹിയാനത്തിനെ കാണാതായതോടെ ബാങ്കിനുള്ളിൽ കയറി അന്വേഷിച്ചപ്പോഴാണ് പണയ സ്വർണം എടുക്കാൻ അങ്ങനെ ആരും വന്നിട്ടില്ലെന്ന് മനസ്സിലായത്. തട്ടിപ്പ് മനസ്സിലായതോടെയാണ് ജ്വല്ലറി ഉടമ പോലീസിൽ പരാതി നൽകിയത്. കൂത്തുപറമ്പ് ACP KC വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം മട്ടന്നൂർ CI BS സജന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചതോടെ പ്രതികളിൽ ഒരാളായ റസാഖിനെ കുറിച്ച് വിവരം ലഭിച്ചു. ഇയാളെ പിന്തുടർന്ന് പോലീസ് എത്തിയപ്പോഴേക്കും ഇയാൾ കാറിൽ കടന്നുകളയുകയായിരുന്നു. ഇരിക്കൂറിൽ നിന്നും പഴശ്ശിഡാം ഭാഗത്തേക്കുള്ള യാത്രക്കിടെ പിന്തുടർന്ന പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു. പിടിയിലായ റഹിയാനത്ത് 2ാം പ്രതി റഫീഖിന്റെ ഭാര്യയാണ്. 14 ലക്ഷം രൂപ വീതിച്ചെടുത്തതായി പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. സമാന രീതിയിൽ കഴിഞ്ഞ ദിവസം പഴയങ്ങാടിയിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തതായും പോലീസ് കണ്ടെത്തി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ സമാന രീതിയിൽ സംഘം തട്ടിപ്പ് നടത്തിയതായി ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. തട്ടിപ്പിന് മാത്രമായി പ്രത്യേക മൊബൈൽ ഫോണും സിമ്മുകളുമാണ് സംഘം ഉപയോഗിക്കുന്നത്. SIമാരായ സിദ്ദീഖ്, അനീഷ് കുമാർ തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.